ഏതായാലും ചരൽക്കുന്ന് ക്യാമ്പിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സാലി അല്പസമയത്തിനകം ചേരും. എന്നാൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല. ഇത് സമ്മർദ്ദതന്ത്രമാണ് എന്ന് പി.സി. ജോർജും ആന്റണി രാജുവും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാലി, മുൻപ് ചേർന്ന യോഗത്തിൽ ചില നിർണായകമായ കാര്യങ്ങളുടെ സൂചനകളൊക്കെ തന്നെയും മാണി നൽകിയിരുന്നു. ഇനി സഹകരിക്കാനാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതേ മാണി നിലപാട് തന്നെയുള്ള പ്രതിഫലനമായിരിക്കുമോ ചരൽക്കുന്ന് ക്യാമ്പ് ആരംഭിക്കുമ്പോൾ ഉള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും? സൗമ്യ, അല്പസമയത്തിനകം ക്യാമ്പ് ഔപചാരികമായി ആരംഭിക്കും. ക്യാമ്പിൽ KM മാണി ക്യാമ്പിൽ പ്രസംഗിക്കും, ഉദ്ഘാടന പ്രസംഗം നടത്തും. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ സൂചനകളുമൊക്കെയായി നൽകാനാണ് സാധ്യത. പക്ഷേ അതിനുശേഷമാണ് പ്രധാന ചർച്ചകളിലേക്കുമൊക്കെ മാറുക. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് രാവിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ച് അതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ KM മാണി നൽകിയ സൂചനകൾ വളരെ വ്യക്തമാണ്. ഏതായാലും ചില തീരുമാനങ്ങൾ തങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് അതിൽ നൽകിയത്. കാരണം UDF ഇട്ട് പൊട്ടേ ബ്ലോക്കായിരിക്കണം എന്നൊരു നിർദ്ദേശം ആണ് തനിക്ക് വെക്കാനുള്ളത്. അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പ്രതിനിധികൾക്ക് കാര്യത്തിൽ തുറന്ന അഭിപ്രായം പറയാം എന്ന നിലപാടാണ് KM മാണി ഈ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇനി UDFൽ തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് KM മാണി രാവിലെ ആമുഖ പ്രസംഗം അവസാനിച്ചത്. അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പൂർത്തിയായി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സെഷൻ, ക്യാമ്പിൻ്റെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കും. അവിടെ KM മാണി പ്രസംഗിക്കും. ആ പ്രസംഗം മാധ്യമങ്ങൾക്ക് കവർ ചെയ്യാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ അത് തത്സമയം സംപ്രേഷണം ചെയ്യാനും കഴിയും. ആ പ്രസംഗത്തിൽ KM മാണി എന്തൊക്കെ സൂചനകൾ നൽകുമെന്നത് നിർണായകമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, KM മാണി ചില തീരുമാനങ്ങൾ എടുത്താണ് ക്യാമ്പിൽ വന്നിരിക്കുന്നത്. അതിൽ അണികളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചാൽ പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ UDF ഇട്ട് പ്രത്യേക ബ്ലോക്കായിരിക്കുക എന്ന നിലപാടിലേക്കായിരിക്കും KM മാണി പോവുക എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന സൂചന.